Hello, guys. Welcome back to our channel. Life in Motion a Studio. ഒന്നാലോചിച്ച് നോക്കിയേ, നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു ഒഴിഞ്ഞ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ചുറ്റും കനത്ത നിശബ്ദത. വല്ലപ്പോഴും ഒരു കാറ്റ് വീശുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് കഴുത്തിന് പിന്നിൽ ഒരു തണുപ്പ്. ആരോ തൊട്ടുപിന്നിൽ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നല്. ഹൃദയമിടിപ്പ് കൂടും, അല്ലേ? നമ്മൾ ഞെട്ടിയ ഒരൊറ്റ കിരിയലാണ്. പക്ഷെ അവിടെ ആരുമില്ല. ശൂന്യത മാത്രം. അപ്പോൾ ഇതെന്താണ്? വെറും തോന്നലാണോ? അതോ നമ്മുടെ തലച്ചോറ് നമ്മളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പോ എന്താണിവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഇത് വെറും നമ്മുടെ ഭാവനയുടെ കളിയാണോ? അതോ ഇതിനു പിന്നിൽ കാര്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇത് വെറും ഒരു തോന്നലല്ല. ഇത് നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ഒരു പുരാതന രഹസ്യമാണ്. ശരി, അപ്പോൾ നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം. ഈ തോന്നലുണ്ടല്ലോ, ഇത് നമ്മുടെ തലച്ചോറിന്റെ ഒരു ബഗ്ഗല്ല, ഇതൊരു ഫീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഒരു സർവൈവൽ സോഫ്റ്റ്വെയർ, അപകടം നിറഞ്ഞ ഒരു ലോകത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ഒരു പ്രത്യേക കഴിവ്. ഇതിനെ നമുക്ക് നമ്മുടെ കാറില് റിയർവ്യൂ മിറർ പോലെ കണക്കാക്കാം. പിന്നിൽ നിന്ന് എന്ത് വരുന്നു എന്ന് കാണാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനും പിന്നിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. കാരണം എന്താണെന്നുവെച്ചാൽ, നമ്മുടെ പൂർവികർക്ക് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് അവർക്ക് കാണാൻ കഴിയാത്ത പിന്നിൽ നിന്നായിരുന്നു. ഇതിനെയാണ് ശാസ്ത്രീയമായി റിയർ ഫീൽഡ് ത്രെറ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരു ഇൻവിസിബിൾ അലാറമുണ്ട്. എപ്പോഴാണോ ചുറ്റുപാടുകൾ അത്ര സുരക്ഷിതമല്ലെന്ന് നമുക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഇരുട്ടും നിശബ്ദതയുമൊക്കെ വരുമ്പോൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആ അലാറം ഓട്ടോമാറ്റിക്കായി ഓണാകും. ഓക്കേ, അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ ഒരു ആൻഷ്യൻ പ്രോഗ്രാം ഓടുന്നുണ്ട്. ശരി, പക്ഷേ ഇരുട്ടുള്ള ഒരു ഒഴിഞ്ഞ തെരുവ് പോലുള്ള ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസായ കാഴ്ചശക്തിക്ക് ഇരുട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇനിയാണ് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം. നമ്മുടെ കണ്ണിന് തലച്ചോറിലേക്ക് വ്യക്തമായ വിവരങ്ങൾ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് വെറുതെ ഇരിക്കില്ല. അതാ വിടവുകൾ നികത്താൻ തുടങ്ങും. എങ്ങനെയാണെന്നറിയോ? എപ്പോഴും ഏറ്റവും മോശം സാധ്യത സങ്കല്പിച്ചോണ്ട്. അതായത്, ഒരു നിഴലനങ്ങിയാൽ അതൊരു രൂപമാണ്, ചെറിയൊരു ശബ്ദം കേട്ടാൽ അതൊരു ഭീഷണിയാണ്. അതായത്, ഇതൊരു പെർഫെക്റ്റ് സ്റ്റോം പോലെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരുമിച്ച് പിഴവ് സംഭവിക്കുകയാണ്. കാഴ്ച മങ്ങുന്നതുകൊണ്ട് കണ്ണിന്റെ കോണിൽ കാണുന്ന ഒരു മരക്കൊമ്പ് പോലും ഒരു രൂപമായി നമുക്ക് തോന്നാം. കനത്ത നിശബ്ദതയിൽ ഒരു ഇല വീഴുന്ന ശബ്ദം പിന്നിൽ നിന്നുള്ള കാൽപെരുമാറ്റമായി തോന്നാം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം സെൻസസ് നിങ്ങളെ പറ്റിക്കുകയാണ്. ശരി, അപ്പോ ഇരുട്ട് നമ്മുടെ സെൻസസിനെ പറ്റിക്കും, അത് മനസ്സിലായി. പക്ഷേ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്കാണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ. എങ്ങനെയാണ് നമ്മൾ തന്നെ ഈ ഭയപ്പെടുത്തുന്ന തോന്നലുണ്ടാക്കുന്നതിൽ പങ്കാളികളാകുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഒരു പേഴ്സണൽ ബബിളിന്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. ഒരു അദൃശ്യമായ സുരക്ഷാ കവചം. നമ്മുടെ തലച്ചോറാണ് അതിന്റെ സെക്യൂരിറ്റി ഗാർഡ്. 24/7 ഡ്യൂട്ടിയിലാണ്. അതെപ്പോഴും ആ ബബിളിന്റെ അതിരുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മുടെ പിൻഭാഗം. സംഭവം സിമ്പിളാണ്. നമ്മുടെ തലച്ചോറിന് ആ പിന്നിലുള്ള സേഫ്റ്റി സോണിൽ എന്താണെന്ന് ഉറപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ് ഇതാണ്. അവിടെ അപകടമുണ്ട്, ബെറ്റർ സേഫ് ദാൻ സോറി എന്ന പോളിസി നമ്മുടെ തലച്ചോറിലങ്ങ് കോഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ നല്ല ടെൻഷനിലോ ക്ഷീണത്തിലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ തലച്ചോറിലെ ഈ ത്രെഡ് ഡിറ്റക്ടറിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് പോലെയാണ്. ഒരു ഹൈ സെൻസിറ്റിവിറ്റി സ്മോക്ക് ഡിറ്റക്ടർ പോലെയാകും നമ്മുടെ ബ്രെയിൻ. ചെറിയൊരു പുക മതി അലാറം അടിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ തലച്ചോറ് ചെറിയ സൂചനകളിൽ നിന്നുപോലും വലിയ അപകടങ്ങളെ സങ്കൽപ്പിച്ചെടുക്കും. അങ്ങനെയാണ് ശൂന്യമായ ഒരിടം പെട്ടെന്ന് ഭയാനകമായ ഒരു സാന്നിധ്യം കൊണ്ട് നിറയുന്നത്. ഇനി നമ്മൾ എത്തുന്നത് ആ എക്സ്പീരിയൻസിന്റെ ക്ലൈമാക്സിലേക്കാണ്. ആ ഒരു മൊമെന്റ്, ഹൃദയം പടപടാന്ന് ഇടിക്കുമ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ഒറ്റ വെട്ടിത്തിരിയലില്ലേ, ആ നിമിഷം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാ നമ്മളത്ര പെട്ടെന്ന് അത്ര ശക്തിയോടെ തിരിഞ്ഞു നോക്കുന്നതെന്ന്? അതൊരു സാധാരണ നോട്ടമല്ലല്ലോ, അല്ലേ? എന്താ അത്രയ്ക്ക് തീവ്രമായൊരു റിയാക്ഷൻ? ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം ആ നിമിഷം തിരിഞ്ഞു നോക്കാനുള്ള തീരുമാനം അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൻ്റേതല്ല.
അതൊരു റിഫ്ലെക്സ് ആണ്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ കോഡ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതാണ്. നോക്കൂ, നമ്മുടെ തലച്ചോറിന് ഒരു ചാൻസ് എടുക്കാൻ വയ്യ. 99% അവിടെ ഒന്നുമില്ലെന്നുറപ്പുണ്ടെങ്കിൽ പോലും ആ 1% റിസ്ക് എടുക്കാൻ അത് തയ്യാറല്ല. കാരണം ആ ഒരൊറ്റ പിഴവ് മതിയാകും എല്ലാം തീരാൻ. അതുകൊണ്ടത് നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയാണ്, തിരിഞ്ഞു നോക്കാൻ. ആ ഭീഷണി യഥാർത്ഥമാണോ എന്നുറപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മളെ പേടിപ്പിച്ചിട്ടാണെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ എന്താണ്? ഈ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള പേടിപ്പെടുത്തുന്ന തോന്നല് ഒരു പ്രേതബാധയോ അമാനുഷിക ശക്തിയോ ഒന്നും അല്ല. ഇത് നമ്മുടെ തലച്ചോറിന്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. സർവൈവൽ, അതിജീവനം എന്ന ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഉണ്ടാക്കിയത്. ആ സാന്നിധ്യം ഒരുപക്ഷെ യഥാർത്ഥമായിരിക്കില്ല, പക്ഷേ അതിന് കാരണമാകുന്ന ആ ഇൻസ്റ്റിങ്ക്റ്റ് 100% യഥാർത്ഥമാണ്. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങൾക്കിങ്ങനെ തോന്നുമ്പോ പേടിക്കുന്നതിന് പകരം ഒന്നോർത്താ മതി. ഇത് നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്, നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. അത്രയുള്ളൂ.